വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിലേക്ക് വരികയും എന്നാൽ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ 4% മാത്രമെന്ന് മുഖ്യമന്ത്രി. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 285 കോടി രൂപ ചെലവിൽ ഒരുങ്ങുന്ന എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദേശത്തു നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 12.93 ഏക്കർ സ്ഥലത്ത് 285 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഇന്ത്യയിലെ ആകെ കണക്കിന്റെ കേവലം 4%മാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷം 2600ഓളം വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. കുസാറ്റിൽ 1590 വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നു. MG സർവകലാശാലയിൽ 855 വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. കേരളീയം പരിപാടിയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് വന്ന് പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നടന്നാൽ ഈ സ്വച്ഛസുന്ദരമായ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന നാട്ടിലേക്ക് വരാനും പഠിക്കാനും ആരും ആഗ്രഹിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 13 ഏക്കറിൽ 285 കോടി രൂപ മുടക്കി ഒരുങ്ങുന്ന ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഈടുറ്റ സംഭാവന നൽകുന്ന ഒന്നായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു 5 സ്ഥാപനങ്ങളാണ് ഒരു കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത്. പോളിടെക്നിക് കോളേജ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, സിവിൽ സർവീസ് അക്കാദമി. ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഉൽപാദന സേവന മേഖലകളിൽ സംഭാവന നൽകാൻ കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നവയാണ്. കിഫ്ബി ധനസഹായത്തോടെയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാടിന്റെ വികസനത്തിന് പണം കണ്ടെത്താനാണ് കിഫ്ബി പുനരുജ്ജീവിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2016-ൽ 50,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന നടപ്പിലാക്കാം എന്ന് കരുതിയെടുത്ത് അത് 60,000 കോടിയിൽ അധികമായി. കിഫ്ബി മുഖേന ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഇപ്പോൾ 90,000 കോടിയോട് അടുക്കുകയാണ്. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരുന്നു. പോളിടെക്നിക് കോളേജ്, IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ITI, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് പിണറായി വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളായ അതിഥി മന്ദിരം, കാന്റീൻ, ഓഡിറ്റോറിയം, പൊതുകളിസ്ഥലം, ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 2000 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, IHRD CEO ഡോക്ടർ VA അരുൺകുമാർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, വ്യാവസായിക പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ P. വാസുദേവൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഓണത്തപ്പ കുടവയാ. ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം. സെപ്റ്റംബർ 1 ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് MS ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ്. ചിങ്ങം 16-ന് അതിവിശാലമായ ഷോറൂം, ഷോക്കേസുകളിൽ നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ, താലി, ഡയമണ്ട്, നെക്ലേസ്, വള, മാല. എനിക്കെന്താ കാര്യമൊന്നും, ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MS ഗോൾഡ് തനി തങ്കമല്ലേ. ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് MS ഗോൾഡ് പേരാവൂർകാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി 2.9% മാത്രം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 1,00,000 രൂപ ക്യാഷ് പ്രൈസ്. അപ്പൊ ഞായറാഴ്ചയാണ്, വേറെ ഒഴിവൊന്നും പറയണ്ട, എല്ലാവരും അങ്ങ് വന്നേക്കണം. സെപ്റ്റംബർ 1 ചിങ്ങം 16 പേരാവൂർ വെച്ച് കാണാം. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടിയൂർ റോഡ്, പേരാവൂർ. എല്ലാവർക്കും എന്റെയും MS ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.